അടുത്തത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് മൾട്ടിപ്ലക്സർ എന്ന് പറയുന്ന സർക്യൂട്ട് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ അഡീഷൻ എന്ന് പറയുന്ന സർക്യൂട്ട് നമ്മൾ ചെയ്തതാണ്. അഡീഷൻ എന്ന് പറയുന്ന സർക്യൂട്ട്, അതായത് ഫുൾ ആഡർ സർക്യൂട്ട് നമ്മൾ ചെയ്തു. ഫുൾ ആഡർ എന്ന് പറയുമ്പോൾ 3 സിംഗിൾ ബിറ്റ്, 1 ബിറ്റിൻ്റെ 3 എണ്ണം, അതായത് എക്സ് വൈ ഇസഡ് ഇൻപുട്ട് ആണെങ്കിൽ സമ്മ് ക്യാരി എന്ന് പറയുന്ന 2 ഔട്ട്പുട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യും. ഫുൾ ആഡർ സർക്യൂട്ട്, ആ ഫുൾ ആഡർ സർക്യൂട്ടിൻ്റെ ടേബിളാണ് വരച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഫുൾ ആഡർ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ആ സർക്യൂട്ട് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സി എപ്പോഴേക്ക് 1 ആവും, അതുപോലെ എസ് എപ്പോഴേക്ക് 1 ആവും എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആ സി 1 ആവുന്നതും എസ് 1 ആവുന്നതും 2 കണ്ടീഷൻസ് ആണ്. താഴെ നമുക്ക് ആ 1 1 1 0 ഒക്കെ എഴുതിയേക്കുന്നത്. അത് കറസ്പോണ്ടിങ് നമുക്ക് നമ്മുടെ മിൻ ടേംസിൽ എഴുതുകയാണെങ്കിൽ സി ഓഫ് എക്സ് വൈ ഇസഡ്, സി 1 ആവുന്നത് ഏതൊക്കെ വാല്യൂസിലാണ്? ഇത് സി 1 ആവുന്നതാണ്. നെക്സ്റ്റ് ഇത് 3ഉം സി 1 ആവുന്നതാണ്. അതായത് 3. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്ന കോളം 1 ആവുന്നത് 4 സ്ഥലത്താണ് 1 ആവുന്നത്. എപ്പോഴേക്കാണ്? അതായത് 3 എന്ന് പറയുന്ന വാല്യൂ വരുമ്പോൾ, 3 എന്ന് പറയുന്ന വാല്യൂ വരുമ്പോൾ ദെൻ 5 6 7. ഓക്കെ, 5 6 7, 3 5 6 7. അപ്പോൾ നമ്മുടെ സീഡ് എഴുതിയേക്കുന്നത് മിൻ ടേംസിൽ സിഗ്മ എം ഓഫ് 3 5 6 7. ഇതനുസരിച്ചാണ് നമ്മൾ കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്തത്. ദെൻ എസ് 1 ആവുന്ന കേസ് ഏതൊക്കെയാണ്? എസ് 1 ആവുന്ന കേസ് 1 എന്ന് പറയുമ്പോൾ 2, ദെൻ 4, ദെൻ 7. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് എസ് ഓഫ് എക്സ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? എസ് ഓഫ് എക്സ് വൈ ഇസഡ് എന്താണ്? സിഗ്മ എം ഓഫ് 1 2 4 7. ഓക്കെ, അപ്പോൾ ആ 4 കണ്ടീഷൻസിലാണ് നമുക്ക് 4 കണ്ടീഷൻസ് വീതമാണ് സിക്കും എസിനും വരുന്നത്. അപ്പോൾ നമ്മളവിടെ കറസ്പോണ്ടിങ് അതിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി. അതിനുശേഷം നമ്മൾ എക്സ് വൈ ഇസഡിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക, നമ്മുടെ മൾട്ടിപ്ലക്സർ വെച്ച് എങ്ങനെ ഡിഫൈൻ ചെയ്തു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ സി 1 ആവുന്ന കേസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 3 5 6 7. ഓക്കെ, അപ്പോൾ ആ ഒരു 3 കാര്യങ്ങൾ, അതായത് 3 5 6 7 നമുക്ക് വേണം. അപ്പോൾ ആ 3 5 6 7 എന്ന് പറയുന്നത് 1 ആക്കിയിട്ട് കറസ്പോണ്ടിങ് നമ്മൾ നമ്മുടെ സെലക്ഷൻ ലൈൻസ് 3 സെലക്ഷൻ ലൈൻസ്. ഓക്കെ, 2 സെലക്ഷൻ ലൈൻസ് അല്ല, 3 സെലക്ഷൻ ലൈൻസ്. കാരണം നമുക്ക് 3 വേരിയബിളാണ്, 8 കോമ്പിനേഷൻസ് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ സമയത്താണ് നമുക്ക് 1 വരേണ്ടുന്നത്? സി 1 വരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് 3 5 6 7. അപ്പോൾ നമ്മുടെ 4 ഇൻപുട്ട്സ് ഏതൊക്കെയാണ്? D3 D5 D6 D7. അടുത്ത ഇനി സം വരുന്നത് ഏതിലൊക്കെയാണ്? സം വരുന്നത് 1 2 4 7. അപ്പോൾ സം വരേണ്ടുന്ന ഇൻപുട്ട്സ് ഏതൊക്കെയാണ്? D0 D2 D4 D7. ഓക്കെ, അപ്പോൾ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് നമ്മുടെ സെലക്ഷൻ ലൈനാണ്. 0 0 0 ആവുന്ന സമയത്ത് ഒന്നും തന്നെയില്ല, സമ്മുമില്ല, ക്യാരിയില്ല. അപ്പോൾ ആ കണ്ടീഷൻസിൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്നില്ല. ഓക്കെ, അടുത്തത് 0 0 1 കേസിൽ 1 വരുമ്പോൾ D1 ഉണ്ട് അല്ലേ, നമ്മുടെ സമ്മായിട്ട് വരുന്നത്. സോ D1 നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ സിയുടെ ആ ഒരു സർക്യൂട്ട് നോക്കിയാൽ അറിയാം. നമ്മൾ ഈ ഗ്രീനിൽ വരച്ചേക്കുന്നത് സി 1 ആവുന്ന കണ്ടീഷൻസാണ് ഗ്രീനിൽ വരച്ചേക്കുന്നത്. സോ ആ ഗ്രീനിൽ വരുന്ന സംഭവങ്ങളാണ് ഇപ്പുറത്തെ സർക്യൂട്ട്സിനകത്ത് എന്ത് വരച്ചേക്കുന്നത്? D7 D6 D5 D3. അത് നമ്മുടെ ക്യാരിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? സമ്മിന് വേണ്ടിയിട്ടുള്ളത് 4 എണ്ണം ഏതൊക്കെയാണ്? വേറൊരു കളറിൽ കൊടുത്തിട്ടുണ്ട്, D4 D2 D1 D0. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ ഒരു ഓപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ 3 വാല്യൂസിന് ഡിപ്പെൻഡ് ചെയ്ത് 0 0 0 ആണെങ്കിൽ ഇന്നത്, 0 0 1 ആണെങ്കിൽ ഇന്നത്, 0 1 0 ആണെങ്കിൽ ഇന്നത്, 0 1 1 ആണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ 3 ബിറ്റിൻ്റെ വാല്യൂ അനുസരിച്ച് ഏതാണോ നമുക്ക് വേണ്ടുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ 0 1 1 3 എന്ന് പറയുമ്പോൾ D3 ആണ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടുന്നത്, ഔട്ട്പുട്ടിലേക്ക് വരേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ അതേമാതിരി നമുക്ക് ഏതൊരു സർക്യൂട്ടും
ഡിസൈൻ ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലക്സർ വെച്ചിട്ടുള്ളതാണ്. ഇനേബിൾ എന്ന് പറയുന്നത് നമ്മൾ ആക്റ്റീവ് ആക്കി കൊടുക്കുമ്പോൾ മാത്രം. ഓക്കെ. ദെൻ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ എഫ് ഓഫ് എ ബി സി ഈസ് ഈക്വൽ ടു സിഗ്മ 1356. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ മിൻ ടേംസ് എന്ന് പറയുന്നത് D1, D3, D5, D6. ഓക്കെ. ആ 4 കണ്ടീഷൻസിൽ മാത്രം ഔട്ട്പുട്ട് വരിക. അപ്പോൾ D1, D3, D5, D6 അത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ സെലക്ഷൻ ലൈൻസ് എങ്ങനെ കൊടുക്കണം, അതനുസരിച്ചാണ് നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4 ഔട്ട്പുട്ടേ വേണ്ടൂ എന്നുള്ളത് കൊണ്ട് 4 വാല്യൂസല്ലേ വേണ്ടെന്നുള്ളൂ. അതുകൊണ്ട് 4 ഇൻപുട്ട്സാണ് നമ്മൾ കൊടുക്കുന്നത്. ആ 4 ഇൻപുട്ട്സിന് വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ സെലക്ഷൻ ലൈൻ എന്ന് പറയുന്നത് S1 S0 അത് നമ്മുടെ സർക്യൂട്ടിനകത്തുള്ള ബിയും സിയുമാണ് കൊടുക്കുന്നത്. നമ്മുടെ സർക്യൂട്ടിനകത്ത് എ ബി സി പറഞ്ഞിട്ടുണ്ട്. അതിൽ ബിയും സിയും നമ്മൾ സെലക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. എ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടിന് കൊടുക്കും. എ ഇൻപുട്ടിന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് എ ഡാഷ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമുക്ക് അതിനകത്ത് വേണ്ടുന്ന വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇതിനകത്ത് ഏതൊക്കെ വാല്യൂസ് 1 3 5 6 1 3 5 6 ഈ സമയത്താണ് നമുക്ക് എന്ത് വേണ്ടുന്നത്? ഔട്ട്പുട്ട് വേണ്ടുന്നത്. ആ 4 കണ്ടീഷൻസിൽ മാത്രം ഔട്ട്പുട്ട് മതി, ബാക്കി കണ്ടീഷൻസിൽ 0 ആയിരിക്കണം. അപ്പോൾ 4 കണ്ടീഷൻസ് മതി എന്ന് പറയുമ്പോൾ ബാക്കി കണ്ടീഷൻസ് നമുക്ക് കളയാൻ പറ്റത്തില്ല. നമ്മൾ 3 വേരിയബിൾസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3 വേരിയബിൾസിൻ്റെ മാക്സിമം കോമ്പിനേഷൻസ് എല്ലാം എഴുതണം. നമുക്ക് വേണ്ടുന്ന നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ മിൻ ടേംസ് ആണോ അവിടെ മാത്രം നമുക്ക് ഔട്ട്പുട്ട് 1 വരിക. ബാക്കി കണ്ടീഷൻസിലൊന്നും നമുക്ക് ഔട്ട്പുട്ട് 1 വരണം. അപ്പോൾ ബാക്കി കണ്ടീഷൻസ് ഓട്ടോമാറ്റിക് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 3 വേരിയബിൾസ് 2 സെലക്ഷൻ ലൈൻസ് കൊടുക്കുമ്പോൾ 4 കോമ്പിനേഷൻസ് വരണം. സോ സെലക്ഷൻ ലൈൻസിന് വേണ്ടിയിട്ട് നമ്മൾ ബിയും സിയും എടുത്തു കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് എന്തെടുക്കാൻ പറ്റില്ല? എയും 1 പിന്നെ A0 ആവുന്ന 4 കണ്ടീഷൻസ് വരുന്നുണ്ട്, A1 ആവുന്ന 4 കണ്ടീഷൻസ് വരുന്നുണ്ട്. A0 എന്ന് പറഞ്ഞാൽ A കോംപ്ലിമെൻറ്റ്, A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഇറ്റ്സെൽഫ്. അതുകൊണ്ടാണ് I2 I3ക്ക് പകരം അല്ലെങ്കിൽ D2 D3ക്ക് പകരം എന്ത് കൊടുത്തേക്കുന്നത്? എയും A കോംപ്ലിമെൻറ്റും കൊടുത്തിരിക്കുന്നത്. A കോംപ്ലിമെൻറ്റ് മീൻസ് 0 വരുന്നത്, A എന്ന് പറയുന്നത് 1 വരുന്നത്. ഓക്കെ. ദെൻ സെലക്ഷൻ ലൈൻ അനുസരിച്ച് വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ. ദെൻ നമ്മുടെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് ആണ്. ഇംപ്ലിമെൻറ്റേഷൻ ടേബിളിനകത്ത് എഴുതിയിരിക്കുന്നത് A ഡാഷ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പിന്നെ I0 I1 I2 I3 എന്ന് പറയുന്ന 4 ഇൻപുട്ട്സ് ആണുള്ളത്. A ഡാഷ് വരുമ്പോൾ ഏതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? അപ്പോൾ A ഡാഷ് അതായത് A0 ആവുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. A0 ആവുന്ന സമയത്ത് ഇവിടെ 1 ഉണ്ട് 3 ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. A0 ആവുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് വേണ്ടുന്നത്. സോ 1ഉം 3ഉം മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി A1 ആവുന്ന കണ്ടീഷൻസിൽ നമുക്ക് വരുന്നത് 5ഉം 6. സോ അവിടെ 5ഉം 6ഉം മാർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ 0 1 2 3 എന്ന് പറഞ്ഞാൽ നമ്മൾ 3 വേരിയബിൾസ് കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്യാൻ 0 1 2 3 എടുക്കുന്നില്ലേ? അതുപോലെ എഴുതിയെന്നേ ഉള്ളൂ. അതേപോലെ അല്ല, 2ഉം 3ഉം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് 0യുടെ ആണോ 1ൻ്റെ ആണോ എന്നനുസരിച്ചാണ് എടുത്തേക്കുന്നത്. ദെൻ അത് വെച്ച് മാർക്ക് ചെയ്തു. ദെൻ I0യ്ക്ക് നമ്മൾ 0യും I1ന് 1ഉം കൊടുത്തു. അതായത് 0 ആയാലും 4 0 0 0 ആയാലും 1 0 0 ആയാലും നമുക്ക് ഔട്ട്പുട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ 0. അതായത് 1ഉം 5ഉം വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കണം. സോ I1ന് 1 എന്ന് കൊടുത്തു. 1 ടേം ആണെങ്കിൽ 0 0 1 ആണെങ്കിലും 1 0 1 ആണെങ്കിലും എന്ത് വരണം? ഔട്ട്പുട്ട് 1 വരണം. സോ അതുകൊണ്ടാണ് അവിടെ എന്ത് കൊടുത്തേക്കുന്നത്? ഈ കണ്ടീഷനിൽ 1 കൊടുത്തേക്ക്. ഇത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്തതല്ലേ? സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തെന്നാ ഇവിടെ എഴുതിയേക്കുന്നത്? 1 ആണ് സെലക്ഷൻ സമയത്ത് ഔട്ട്പുട്ട്. സോ I1 എന്ന് പറയുന്നത് 1 എടുത്തു. I0 എന്ന് പറയുന്നത് 0 എന്തുകൊണ്ട് എടുത്തു? നമ്മൾ 0യുടെ കേസ് നോക്കിയാലും 4ൻ്റെ കേസ് നോക്കിയാലും എന്താണ് നമുക്ക്? 0യാണ് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ I0 എന്ന് പറയുന്ന ഫസ്റ്റ് ഇൻപുട്ടിന് വേണ്ടി 0 കൊടുത്തു.
രണ്ടാമത്തത് I1 വേണ്ടി 1 കൊടുത്തു. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത്. അടുത്തത് I2 എടുത്തു കഴിഞ്ഞാൽ 2ഉം 6ഉം 2 കോമ്പിനേഷൻസാണ് I2വിൽ വരുന്നത്. 2 എടുത്തു കഴിഞ്ഞാൽ 0യും 6 എടുത്തു കഴിഞ്ഞാൽ 1ഉം വരണം. ഓക്കെ, അപ്പോൾ 6 നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് എ എന്ന് പറയുന്ന വാല്യൂ എടുത്തു. അതെന്താണ് 6 സെലക്ട് ചെയ്തിരിക്കുന്ന കോളം റോ ഏതാ? എ ആ, അതുകൊണ്ടാണ് ഇവിടെ എ കൊടുത്തേക്കുന്നത്. അടുത്തത് 3 കൊടുത്തിരിക്കുന്ന റോ എന്ന് പറയുന്നത് A', അതുകൊണ്ട് ഇവിടെ A' കൊടുത്തു. അതാണ് നമുക്ക് വന്നിരിക്കുന്ന ആ 4 ഇൻപുട്ട്സുകൾ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ട്രൂത്ത് ടേബിൾ വരച്ചു, അതനുസരിച്ച് ഇംപ്ലിമെൻറ്റേഷൻ ടേബിൾ വരച്ചു, അതനുസരിച്ചാണ് മൾട്ടിപ്ലക്സർ ഇംപ്ലിമെൻറ്റേഷൻ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാദ്യം നോക്കി ഇത് നോക്കി വന്നാൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് ആദ്യം ഇത് ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇത് ചെയ്യുക. 4 എണ്ണത്തിൽ മാത്രം 1 വരെ, ബാക്കി 0 വരെ. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് വരയ്ക്കുക. ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇൻപുട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് വരച്ചതിന് ശേഷം മാത്രമേ എന്ത് വരയ്ക്കാവുള്ളൂ? മൾട്ടിപ്ലക്സർ ഇംപ്ലിമെൻറ്റേഷൻ വരയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ ഈ ഒരു 1, 3, 5, 6 ഇതേപോലെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും മൾട്ടിപ്ലക്സർ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ വേറൊരു ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. 0, 1, 3, 4, 8, 9, 6 നിങ്ങൾ വരച്ച് നോക്കുക, ഇത് കറസ്പോണ്ടിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക? ടേബിൾ വരയ്ക്കുക. 0യ്ക്കും 1നും 3ക്കും 4നും 8നും 9നും 15നും എന്ന് പറയുമ്പോൾ 4 വേരിയബിൾസാണ്. ആ പൊസിഷനിൽ മാത്രം 1 ഇടുക, ബാക്കി എല്ലാ പൊസിഷൻസിലും 0 കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ആ ടേബിൾ വരയ്ക്കുക, ഇംപ്ലിമെൻറ്റേഷൻ ടേബിൾ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് I0 മുതൽ I7 വരെ വാല്യൂസ് കൊടുത്തു. ദെൻ എന്ത് ചെയ്തു? നമ്മുടെ കോമ്പിനേഷൻസ് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഇൻപുട്ട് ഏതൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ f(a,b,c,d) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ABCD ഉള്ളത് കൊണ്ട് അവസാനത്തെ 3 എണ്ണം നമ്മൾ സെലക്ഷന് വേണ്ടിയിട്ട് എടുക്കും. 3 സെലക്ഷൻ ആയതുകൊണ്ടാണ് I0 to I7 വന്നത്. 3 വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ മാക്സിമം 8 കോമ്പിനേഷൻസ് അല്ലേ I0 to I7. അതുകൊണ്ട് അങ്ങനെ നമ്മൾ നേരത്തെ ABC എടുത്തതുകൊണ്ട് ബിയും സിയും സെലക്ഷൻ ലൈൻസ്. ബിയും സിയും സെലക്ഷൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ 2 സെലക്ഷൻ ആകുമ്പോൾ 4 കോമ്പിനേഷൻസ്. അതുകൊണ്ടാണ് I0 to I3 വരെ എടുത്തത്. ഇവിടെ 4 വേരിയബിൾസ് ABCD പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ BCD ആണ് നമ്മുടെ സെലക്ഷൻ ലൈൻ. ഇനി 5 വേരിയബിളിൻ്റെ തന്നാലോ? ABCDE ആണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? BCDE 4 സെലക്ഷൻ ലൈൻസ്. അപ്പോൾ മാക്സിമം കോമ്പിനേഷൻസ് 16. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരിക്കും സർക്യൂട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. f(ABCD) = sigma 0, 1, 3, 4, 8, 9, 15. അപ്പോൾ ആദ്യം ടേബിൾ വരയ്ക്കുക. ടേബിൾ വരച്ചതിന് ശേഷം മാത്രം ഇത് വരയ്ക്കുക. ഇത് വരച്ചതിന് ശേഷം വേണം നമ്മുടെ സർക്യൂട്ട് ഡയഗ്രമായ ഇത് വരയ്ക്കാം. ഓക്കെ. Then next we comes to demultiplexers. എന്താണ് ഡീമൾട്ടിപ്ലക്സർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൾട്ടിപ്ലക്സർ എന്താണോ ചെയ്തത് അതിൻ്റെ റിവേഴ്സ് ഓപ്പറേഷൻ ആയിരിക്കും ഡീമൾട്ടിപ്ലക്സർ ചെയ്യുന്നത്. അതായത് മൾട്ടിപ്ലക്സർ എന്താ ചെയ്തത്? ഒരുപാട് ഇൻപുട്സിൽ നിന്ന് അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഡീമൾട്ടിപ്ലക്സർ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു ഇൻപുട്ട് ആയിരിക്കും ഉണ്ടാവുക. ഒരു ഇൻപുട്ട്, ഒരുപാട് ഔട്ട്പുട്ട്സ് ഉണ്ടാവും. ആ ഇൻപുട്ട് ഏത് ഔട്ട്പുട്ട് ലൈനിലേക്കാണ് നമ്മൾ കണക്റ്റ് ചെയ്യേണ്ടുന്നത് എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെലക്ഷൻ ലൈൻസ്. ഓക്കെ, ഒരു ഇൻപുട്ട് 2 സെലക്ഷൻ ലൈൻസ് D0 to D3. അതാണ് 1 to 4 ഡീമൾട്ടിപ്ലക്സേഴ്സ്. ഓക്കെ, 1 to 4 ഡീമൾട്ടിപ്ലക്സേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ടാണ്. ഈ ഇൻപുട്ട് D0 കൊടുക്കണോ, D1 കൊടുക്കണോ, D2 കൊടുക്കണോ, D3 കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? ഈ സെലക്ഷനാണ്. അപ്പോൾ സെലക്ഷൻ 0 ആണെങ്കിൽ E എന്ന് പറയുന്ന ഇൻപുട്ട് ഏതിലേക്ക് കൊടുക്കും? D0 കൊടുക്കും. 0, 1 ആണെങ്കിൽ E ഏതിലേക്ക് കൊടുക്കും? D1 കൊടുക്കും. 1, 0 ആണെങ്കിൽ ഏതിലേക്ക് കൊടുക്കും? D2 കൊടുക്കും. 1, 1 ആണെങ്കിൽ D3 കൊടുക്കും. അപ്പോൾ ഒരു ഇൻപുട്ടാണുള്ളത്. ആ ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ ഏത് ലൈനിലേക്ക് കണക്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആളാണ് സെലക്ഷൻ ലൈൻസ്. അപ്പോൾ അങ്ങനെയുള്ള
സർക്യൂട്ടിനെയാണ് ഡീമൾട്ടിപ്ലക്സർ. അപ്പോൾ നേരത്തെ നമ്മൾ 2 to 1 മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡീമൾട്ടിപ്ലക്സർ ആവുമ്പോൾ എന്താവും? 1 to 2 ഡീമൾട്ടിപ്ലക്സർ. ഇത് തിരിച്ചു വരും, റിവേഴ്സ് ഓപ്പറേഷൻ. നേരത്തെ ഇൻപുട്ട് ആയിരുന്നത് ഇപ്പോൾ ഔട്ട്പുട്ട് ആവും, നേരത്തെ ഔട്ട്പുട്ട് ആയിരുന്നത് ഇപ്പോൾ ഇൻപുട്ട്സ് ആവും. അതേയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ തിരിച്ചുള്ള ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഡീമൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത് അതിൻ്റെ സർക്യൂട്ടാണ് ഈ തന്നേക്കുന്നത്. അല്ല, ഡീകോഡേഴ്സ് ഉണ്ട്, അത് നമ്മൾ ഇനി പഠിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. നമ്മുടെ മൾട്ടിപ്ലക്സർ എന്താണെന്നുള്ളത്, ഡീമൾട്ടിപ്ലക്സർ എന്താണെന്നുള്ളതാണ്. ഒരു ഇൻപുട്ടാണെങ്കിൽ 4 ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് ഉണ്ടാവും. ആ 4 എണ്ണത്തിൽ ഏത് വേണം എന്നുള്ളത് സെലക്ഷൻ ലൈനായ എയും ബിയും എടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് 1 to 4 ലൈൻ മൾട്ടിപ്ലക്സർ. 1 to 4 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ഒരു ഇൻപുട്ടേ ഉള്ളൂ, 2 സെലക്ഷൻ S0യും S1ഉം. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് D0, D1, D2, D3. അപ്പോൾ നമ്മളതിനെ ടേബിൾ ഫോമിൽ എഴുതുമ്പോൾ S1 S0യുടെ 4 കോമ്പിനേഷൻസ് എഴുതുക. ഔട്ട്പുട്ട് ഏതായിരിക്കും? 00 ആണെങ്കിൽ നമുക്ക് D0 സെലക്ട് ചെയ്യാം, 01 ആണെങ്കിൽ D1 സെലക്ട് ചെയ്യാം, 10 ആണെങ്കിൽ D2 സെലക്ട് ചെയ്യാം, 11 ആണെങ്കിൽ D3 സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതനുസരിച്ചുള്ള സർക്യൂട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡേറ്റ ഇൻ എന്ന് പറയുന്നതുണ്ട്, അത് എല്ലാത്തിനും കോമൺ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ്, ആദ്യത്തെ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്, ഈ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് S1 ബാർ S0 ബാർ ഡേറ്റ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ആ S0 ബാർ, ആ കറസ്പോണ്ടിങ് ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട്സ് ഏതൊക്കെയാണ്? S1 ബാറും S0 ബാറും ഡേറ്റ ഇൻപുട്ട്. ഡേറ്റ ഇൻപുട്ട് ഇതാണ്. ഓക്കെ, അത് എല്ലാത്തിനും, എല്ലാ ആൻഡ് ഗേറ്റിനും കോമൺ ആയിട്ടുള്ളതാണ് ഡേറ്റ ഇൻപുട്ട്. കാരണം ഒരു ഇൻപുട്ടല്ലേ ഉള്ളൂ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതനുസരിച്ചാണ് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോട്ട് ഗേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, that's about multiplexer. Okay.